അയ്യോ, ഇതെന്താ വരാത്ത? അയ്യോ, ആവശ്യമില്ലാതെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇപ്പൊ തുറക്കുന്നില്ല. എങ്ങനെയാണ് തുറന്ന് വീട്ടിൽ പോണില്ല? അയ്യോ, സോറി. ഞാനായിരുന്നോ? എന്റെ അമ്പോ, പ്രേതം എന്നെ കണ്ട അത് പേടിക്കുമല്ലോ. അപ്പൊ ഞാൻ പേടിച്ചെടുത്തിട്ടൊന്നുമില്ല. കണ്ണ് വെക്കോ, അത്രയും സുന്ദരനാന്നേ. സത്യം പറഞ്ഞ ഇത്രയും ഹൈറ്റ്, ഒരു ഇച്ചിരി വെളുപ്പ്, പിന്നെ ചുണ്ട് ഇച്ചിരി കറുപ്പ് കുറവാണെങ്കിൽ പിന്നെ ഞാനും മൈഷും തമ്മിൽ ചേർച്ചക്കുറവൊന്നും ചാൻസ് ഇല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്റെ അപ്പനും ഇതേ കളർ തന്നെ, നിന്റെ അമ്മയ്ക്കും ഇതേ കളർ തന്നെ. അതുകൊണ്ട് തന്നെ നീ അവരുടെ ഫോട്ടോ കോപ്പി എടുത്ത പോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മോനെ. ശരിക്കുള്ള ഞാൻ വേറെ എവിടെയോ പോയി കിടക്കുക. ഓക്കെ, അടുത്ത നമുക്ക് സെറ്റാക്കാം. ആക്ച്വലി ഞാൻ കുറച്ചും കൂടി സുന്ദരനായിരുന്നെങ്കിലേ ഈ ലോകം ഞാൻ കീഴടക്കുമായിരുന്നു. അപ്പൊ ദൈവത്തിന് അസൂയ. ഷെൽഫ് നിറച്ച് കുറെ ഫയലുകൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കോടതിയാവുന്ന അങ്ങേരുടെ വിചാരം. ഈ CEO ഉണ്ടാക്കാൻ എന്റെ മനസ്സിൽ എന്താണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ബോർഡും ഉണ്ട്, മാർക്കറും ഉണ്ട്. My dear friends, you see equal to C3 minus my CEO just 3. അയ്യോ, കാലത്തങ്ങാനും അങ്ങനെ കയറി വന്നിട്ട് ഇതങ്ങാനും ആരെഴുതിയെന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ തുടങ്ങി. ഓ, ഗ്രീൻ ടീ 9 മാസം ഗർഭിണികൾ പോത്തൊരു വയറും. ഇനിയിപ്പോ ഗ്രീൻ ടീ മൊത്തം കലക്കി കുടിച്ചു കഴിഞ്ഞാൽ കൊടവേറൊക്കെ മാറി 6 പാക്ക് ആവുന്നുള്ള വിചാരമായിരിക്കും അങ്ങേർക്ക്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എല്ലാവരും മെക്കെട്ട് കയറുമ്പോ അയാൾക്ക് ഈ പ്രഷറോ ഷുഗർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുള്ളത് ഉറപ്പായിരുന്നില്ലേ? ദേ കണ്ടില്ലേ ഷുഗർ ഫ്രീ സാധനമൊക്കെ വെച്ചിരിക്കുന്നത്. മൺകുടേ ഇതേതൊക്കെ ഓൾ ദ ബെസ്റ്റ്. എടോ, താനെങ്ങാൻ ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ തനിക്ക് ഇതേ ഗതിയായിരിക്കും. ചില്ലറ തന്റെ ആ കൂടി ഗുണമുള്ള സാധനം ചില്ലറ ഞാൻ എടുക്കാം. ഇപ്പൊ ഇതിൽ ഹെഡ് വീണ് കഴിഞ്ഞാൽ ഞാൻ എടുക്കും, ടെയിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ എടുക്കും. ഹെഡ് വീണിരിക്കുന്നു, അപ്പൊ ഞാൻ എടുക്കും. ഇതും കൂടി ഞാൻ എടുക്കും. എന്റെ പണിക്ക് എടുക്കട്ടെ. സൂചി ആവശ്യം വരുമായിരിക്കും. എടാ വിവരമില്ലാത്ത CEO, താൻ ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടല്ലോ ഈ ഓഫീസിലുള്ള പാവങ്ങളെ മൊത്തം ഇങ്ങനെ വിരട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസിലുള്ള സകല പെൺപിള്ളേരെയും വളയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലടോ അറി എന്താ ഈ സീറ്റിൽ തനിക്ക് മാത്രം ഇരിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ലെന്നാ? അല്ല ഞാനിരുന്നല്ലോ. എടോ, ഞാൻ ഇപ്പൊ ഇരിക്കാൻ പോവാടെ തന്നെ സീറ്റ് താൻ എന്താന്ന് വെച്ചാ ചെയ്ത് ഉണ്ടാക്ക്. എന്താടാ നിന്റെ നാവിറങ്ങി പോയടാ? ഇപ്പൊ ഇത് എന്റെ ഓഫീസാടാ. ഇനി പാരതന്തയ്ക്ക് വിളിക്ക. ഹലോ, യൂസ്ലെസ് വിജയുടെ അടുത്ത് എന്റെ ക്യാബിനിലേക്ക് വരാൻ പറയും. എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞിരുന്നു സാർ. ഞാൻ വിളിച്ചിട്ട് ഇപ്പൊ എത്ര സമയം അറിയാം? നീ ഇത് എവിടെ പോയി കിടക്കാനോ കോപ്പൻ? അതുകൊണ്ട് സാർ ഭയങ്കര ട്രാഫിക്. അല്ല, എനിക്ക് ഇവിടെ കുറെ ജോലി ഉണ്ടായിരുന്നു സാറേ. ഷടാ, നീ എത്ര കഥ പറഞ്ഞുകൊണ്ടിരിക്കുക? അവര് മെയിൽ അയച്ചിട്ട് എത്ര നേരം വേണം? മെയിലോ സാർ? എനിക്കൊന്നും വന്നിട്ടില്ല. നോൺസെൻസ്, നോണ പറയുന്നോടാ. നിനക്കിവിടെ ജോലി ചെയ്യണോ അതോ? അയ്യോ സാർ, സോറി സാർ. സാർ എനിക്കിവിടെ ജോലി വേണം സാർ, പ്ലീസ്. അപ്പൊ ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചത്തതിന് ശേഷമാണോ നീ ചെയ്തെടുക്കാൻ പോകുന്നത്? അതെ സാർ. അയ്യോ അല്ല സാർ. അയ്യോ അതെ സാർ. മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യാൻ നോക്കണം. അപ്പൊ ശരി സാർ, ഞാൻ ജോലി ചെയ്തോളാം സാർ. പോകുന്ന കണ്ടില്ല ഇഡിയറ്റ്. അവന് ജോലി ചെയ്യാൻ പറ്റില്ല, അവിടെ സാലറി വാങ്ങാൻ വന്ന് നിന്നോളും. സ്റ്റുപ്പിഡ്.
എന്ത് സൗണ്ടാണിത്? അവന്റെ വാ തുറന്നാലും ശബ്ദം, അവന്റെ സീറ്റിൽ വന്നിരുന്നാലും ശബ്ദം. എന്റെ ദൈവമേ, ഈ സീറ്റ് ഇരിക്കുമ്പോ ഏതോ പ്രേതം വന്ന് പിടിക്കുന്ന പോലെ തോന്നുന്നു. ഈ സീറ്റ് ഞാനും ഒരിക്കലും സെറ്റ് ആവാൻ തോന്നില്ല. നമ്മൾ പോയി വല്ല ലേഡി സീറ്റും പിടിക്കാം. എടാ നാണം കെട്ടവനെ സിയോ, നീ ഈ കസേരയിൽ ഇരുന്നുകൊണ്ടല്ലടാ അവിടെയുള്ള എല്ലാവരുടെയും രക്തം ഊറ്റി കുടിക്കുന്നത്. നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കാം. എടാ, നീ ഇരിക്കുന്ന സീറ്റിൽ നിന്റെ ചോരപ്പുഴ ഒഴുക്കി കാണിക്കും ഞാൻ. ദേ അതെങ്ങനെ ചെയ്യുന്നത് കണ്ടോ? 1 2 3 സബാഷ്. സിയോ, താങ്കളുടെ ആസനം ഇനി ആ സാക്ഷാൽ ദൈവം തന്നെ വന്ന് രക്ഷിക്കുമാറാകട്ടെ. പാവം, നാളെ ഇതിൽ വന്നിരുന്നാലുള്ള അവസ്ഥ എന്താന്ന് ആലോചിച്ചിട്ടാ. മീനൂസ്, മീനൂസ്, ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ? ഞാൻ അക്വേറിയം എന്ന ജയിലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എത്ര ഒത്തൊരുമയോട് കൂടിയാ നിൽക്കുന്നേ നോക്കി. പക്ഷെ മനുഷ്യന്മാരുടെ സ്വഭാവം കണ്ടില്ലേ? നിങ്ങളെ കണ്ടു വേണം പഠിക്കാൻ. ഒന്നായി ചേർന്ന് നിൽക്കണം. ഒരിക്കലും ഒരാളെ തനിയെ വിടാൻ സമ്മതിക്കരുത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ? ഞാൻ ഇവിടെ തനിച്ചായി പോയില്ലേ? നിങ്ങൾ തൽക്കാലം ഈ അക്വേറിയത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കും, ഞാൻ ഈ ഓഫീസിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നിൽക്കാം. അതാണ് നമ്മളുള്ള വ്യത്യാസം. ഓക്കെ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം. കുട്ടി സംസാരിച്ചിരുന്നല്ലേ? ഇല്ല, ആടാ മാത്രമേ അറിയൂ. എടാ പാവേ, നിന്നെ കാണുമ്പോഴുണ്ടല്ലോ ഒരു പ്രേത സിനിമയിലെ വീട്ടിൽ വരുന്ന പാവയെ പോലെ തന്നെയുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സിനിമയിൽ വരുന്നത് ഒരു മണ്ണിന്റെ സാധാരണ പാവയാ. പക്ഷെ നീ ആണെങ്കിൽ ഇപ്പൊ അപ്ഡേറ്റ് ആയി പ്ലാസ്റ്റിക് പാവയായി മാറി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിന്റെ ഈ ആട്ടം കാണുമ്പോ ഇപ്പൊ എനിക്ക് എന്താ ഓർമ്മ വരുന്നേന്നറിയോ? കാതിലേതോ മൗനം തെങ്ങും ഗാനമോ, തൊട്ടരുകിൽ നിന്നെ തേടും മൂഴമോ. കാതിലേതോ മൗനം തെങ്ങും ഗാനമോ, തൊട്ടരുകിൽ നിന്നെ തേടും മൂഴമോ. കണ്ണുകളിൽ ഈറനോ, നെഞ്ചിതിൽ ശോകമോ, കോപം നീ എന്തേ എന്ന് ചൊല്ലുമോ. കാതിലേതോ മൗനം തെങ്ങും ഗാനമോ, തൊട്ടരുകിൽ. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നീ ചിരിക്കില്ല, അതൊരു പ്രശ്നമല്ലേ. ബൈ. എന്തൊരവസ്ഥ നോക്കി, വേർത്ത് നാറുന്നു. പിന്നെ നാറാതിരിക്കുന്നതിന് കാലത്ത് മുതൽ ഷർട്ടിന്റെ പാന്റിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ വേർത്ത് ഒലിച്ചുകൊണ്ടിരുന്ന നാറ്റം വരാതെ പിന്നെ ചന്ദനത്തിന് മണം പറ്റില്ലല്ലോ. കുറച്ച് കാറ്റൊക്കെ എടുക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണ്ടേ? നീ എന്തൊക്കെ ചെയ്താലും അവന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മുകളിലുള്ളവൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. CC ക്യാമറ. അതിനാൽ തന്നെ ഇപ്പൊ ഫ്രീ ഷോ കാണിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നെ ഇഷ്ടമില്ലാത്തവരൊക്കെ ക്യാമറ വിഷ്വൽസ് കണ്ട് എന്റെ ശരീര സൗന്ദര്യത്തിൽ കണ്ണു വെച്ച് കഴിഞ്ഞാ എന്റെ നാണോ മാനൊക്കെ കാറ്റി പറന്നു പോകുന്ന മാത്രമല്ല, അത് കാണുന്നവന്റെ ബോധം പോകുന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ അത് നടക്കില്ല. സകല മൂലയിലും കൊണ്ട് ക്യാമറ ഫിറ്റ് ചെയ്ത് ഞങ്ങളൊക്കെ എങ്ങനെ ഫ്രീ ആയിട്ട് നടക്ക? തനിക്ക് സമാധാനായില്ലേ? പ്ലീസ്, എനിക്ക് ജോലി തീർക്കാനുണ്ട്. ഗോ ഫാസ്റ്റ്. വിജയ്, ഒന്ന് പോവാൻ നോക്കിയേ. വേഗം പോയി ജോലി തീർക്കാൻ നോക്ക് പ്ലീസ്. ഞാൻ എന്റെ ജോലി തീർത്തോട്ടെ. ഹലോ. സർ. ഓക്കെ സർ, താങ്ക് യു. ജോജി, സീറ്റ് നോക്കട്ടെ. ഐസു, നിന്റെ സീറ്റ് ഐസ്ക്രീം പോലെയാണ്. കപ്പ് ഞാനൊരെണ്ണം തരട്ടെ.
അയ്യോ എന്റെ മുത്ത്. ഫോണ് എവിടെയാണ് എല്ലായിടത്തും ക്യാമറയാ. ഇത് ഇവിടെ വന്ന് കിടക്കായിരുന്ന ഇതിലെന്തായിരിക്കും? പാർത്ഥസാരഥി കണ്ണ് തെറ്റിയ ഫുൾ ടൈം ഇതിന്റെ ഉള്ളിലായിരിക്കുമല്ലോ. എന്നാ പിന്നെ നോക്കിയിട്ട് തന്നെ കാര്യം. എന്താ ഉള്ളതെന്ന് അറിയണോ? നാല് ചുവരുകൾ ചുറ്റും എന്തായിരിക്കും? ഒന്ന് തുറന്നു നോക്കാം. നല്ല ബുക്കാണല്ലോ. ഓഹോ, മന്ത്രവും കാര്യങ്ങളൊക്കെ ഉള്ള പുസ്തക. എന്റെ അമ്മ, ഇവനാള് കൊള്ളാമല്ലോ. അല്ല, അപ്പൊ അവൻ ഇത്രയും കാലം ഇത് തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു. അവൻ ഈ പുസ്തകമാണ് വായിക്കുന്നതെന്നറിയാതെ വെറുതെ ഓരോ കാര്യം പറഞ്ഞ ആ പാവത്തിന് ഞാൻ എന്തൊക്കെയാ പറഞ്ഞേ? അല്ല, രണ്ടും കണക്കല്ലേ. ഈ പുസ്തകം വായിച്ച് വെറുതെ സമയം കളയണ സമയം കൊണ്ട് മര്യാദയ്ക്ക് ജോലി ചെയ്ത് 10 പൈസ ഉണ്ടാക്കി കൂടെ അവന്. അതിന്റെ കൂട്ടത്തിൽ ഈ കമ്പനിയും കുറച്ച് അവനെ വളർത്തിക്കൂടായിരുന്നു. അതിന്റെ പേരിൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് ഇൻക്രിമെന്റ് കൂടി കിട്ടുമായിരുന്നില്ലേ? അല്ല, ഇതൊക്കെ വേസ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടും വെറുതെ ഇതൊക്കെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോട്ടൻ എന്തൊരു പഠനം. അല്ല, മോഹിനിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ടെന്നല്ല പറഞ്ഞേ? അല്ല, ഈ മോഹിനി ശാലിനിയെ പോലെ നല്ല കിടിലൻ സുന്ദരി ആയിരിക്കും എന്തോ പറയാൻ പറ്റില്ല. അല്ല, എന്തായാലും വെറുതെ ഇരിക്കുക, വായിച്ചു നോക്കാം. എന്നാലും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കിട്ടി. മോഹിനി വരും യന്ത്രം. ആ യന്ത്രം കിട്ടിയാൽ ഉടനെ വെറും തറയിൽ ആസനസ്ഥനാകണം. വെറും തറയില്ലാത്തതിനാൽ ഇവിടെ ടൈൽസ് ഉള്ളതിനാൽ ഞാൻ ഇതിൽ ആസനസ്ഥനാകുന്നു. വെള്ളയായൊരു തുണി എടുത്തു വെച്ച് അതിൽ കറുത്ത മഷി കൊണ്ട് എഴുതണം. തുണിയില്ല, കറുത്ത മഷിയില്ല, എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാകെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ആകെ റെഡ് മാർക്കർ മാത്രം. ഇപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നതും ഇതുകൊണ്ടാണ്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാ, താല്പര്യം ഇല്ലെങ്കിൽ വന്ന വഴിക്ക് തിരിച്ചു വിട്ടോ. ആക്ച്വലി ഇതിലെ പ്രോബ്ലം എന്താന്ന് വെച്ചാ, ഇതൊക്കെ എന്നെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷെ നാളെ കാലത്ത് വരെ വേറെ എന്റർടൈൻമെന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതില് പറഞ്ഞേക്കുന്ന പോലെയൊക്കെ ചെയ്ത് നല്ല ടൈം പാസ് ആയിരിക്കും. നോക്കാം. എല്ലാം ഓക്കെയാ. ഈ റാപ്പറിന്റെ ആവശ്യം എന്താ? പോട്ടെ. തെക്ക് ദിശ എന്നല്ല പറഞ്ഞേ. തെക്ക് ദിശ ഇപ്പൊ ഏതാ? 1 2 3 4 5 6 7 8 9. ഇതായിരിക്കും തോന്നുന്നു. ആയിരിക്കും. ആദ്യം ഒരു കളം വരയ്ക്കുക. വരയ്ക്കാം. ഒന്നുമില്ല. അടുത്തത് വരയ്ക്കാം. എന്തത്? 6 വരുന്ന പോലെ ഉണ്ടല്ലോ. എല്ലാം വെറുതെ തോന്നുന്നല്ലേ. ഞാനി വന്നിരിക്കുന്നു. ഭൂമിശക്തി, ആദിശക്തി, പരമശക്തി, പഞ്ചഭൂതശക്തി, തിന്മയെ തകർക്കാൻ കഴിവുള്ള പരാശക്തിയെ നിന്റെ അറിവ് തേടി വരുന്നു. ഞാനും വന്നിരിക്കുന്നു. പ്രകാശത്തിൽ ശക്തി, അന്ധകാരത്തിൽ ശക്തി, എന്തിനേയും നിയന്ത്രിക്കും ശക്തി, സമയത്തെയും കാലത്തെയും നിയന്ത്രിക്കും ശക്തി, എല്ലാത്തിനും അതീതമായ പരാശക്തി. തിന്മ സംഭവിക്കാൻ പോകുന്നു. ഇവിടെ ഒരുവന് കഷ്ടത വരാൻ പോകുന്നു.
ഇതിനകത്തൊരു പ്രേതാത്മാവ് വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോരുത്തനോട് പക വീട്ടാൻ പോകുന്നു. തയ്യാറായിരിക്കൂ. ജ്ഞാനം പറയുന്നു, വിജ്ഞാനം പറയുന്നു. അമാവാസി അർദ്ധരാത്രിയിലെ അപകടം പറയുന്നു. ശ്രദ്ധിക്കൂ, തയ്യാറായിരിക്കൂ. ജ്ഞാനം പറയുന്നു, വിജ്ഞാനം പറയുന്നു. നൈറ്റ് 12 മണിയാകുമ്പോ പലതും കഷ്ടകാലം വരുന്നു, കഷ്ടകാലം വരുന്നു. ജ്ഞാനം പറയുന്നു, വിജ്ഞാനം പറയുന്നു. ഇതിനകത്തായ ഒരു ദുരാത്മാവ് വിഹരിക്കുന്നു. ശ്രദ്ധിക്കൂ, തയ്യാറായിരിക്കൂ. വിജ്ഞാനം പറയുന്നു, ജ്ഞാനം പറയുന്നു. ജ്ഞാനം പറയുന്നു, വിജ്ഞാനം പറയുന്നു. ശ്രദ്ധിച്ച് ശ്രവിക്കൂ. നീ ഇപ്പോൾ അപകടത്തിലാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഏക വഴി മാത്രം. ജ്ഞാനം പറയുന്നു. ഇതിലകപ്പെട്ട ദുരാത്മാവ് നിന്നെ തേടിയാണ് വരുന്നത്. ശ്രദ്ധിക്കൂ, തയ്യാറായിരിക്കൂ. ജ്ഞാനം പറയുന്നു. ഇപ്പഴാ കുറച്ച് സമാധാനം കിട്ടി. അല്ല, ഞാനെന്തിനാ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? ഭയം, ഭയം. എന്നിലെ ഭയമാണ് ഇതെല്ലാം എന്നെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നത്. ഇല്ല, ഈ ഭയം ഒരിക്കലും എന്നെ സ്വാധീനിക്കാൻ പാടില്ല. അതിന് ഞാനിപ്പോ മെഡിറ്റേറ്റ് ചെയ്തേ പറ്റൂ. ഇതൊന്നും സത്യമല്ല.